ഹലോ ഗൈസ്, നമ്മൾ കളിക്കാൻ വേണ്ട ഗെയിമിൻ്റെ പേരാണ് മൈൻക്രാഫ്റ്റ് ജാവ എഡിഷൻ. എല്ലാവർക്കും അറിയാമായിരിക്കും ഈ ഗെയിം. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞൊന്നും തരേണ്ട ആവശ്യമില്ല. നമുക്കൊന്ന് നേരെ കളിച്ചു തുടങ്ങാം. ഗെയിം എന്ന് പറഞ്ഞാൽ അറിയില്ലാത്ത ആൾക്കൊക്കെ പറഞ്ഞുതരാം. ഗെയിം സംഭവം എന്ന് പറഞ്ഞാൽ ഒരു റാൻഡമായ സ്ഥലത്ത് നമ്മൾ എത്തും. പിന്നെ അവിടെ നിന്ന് കളിക്കുക. സാധാ ഒരു ലോകം പോലെ തന്നെ നമ്മൾ ഒറ്റ ആളുണ്ടാവുള്ളൂ. നമ്മൾ അതുകൊണ്ട് ഒരു ലോകം തന്നെ സൃഷ്ടിക്കുക, KGF പോലെ. അങ്ങനെയാണ് സംഭവം ഇതിൽ. പിന്നെ ഞാൻ കളിക്കണേ നോർമലല്ല കേട്ടോ, ഹാർഡിൽ കളിക്കണേ. വേൾഡിൻ്റെ പേര് ഞാൻ കുറേ നാളായിട്ട് അന്വേഷിച്ചിൽ പോയിട്ട് വേൾഡിൻ്റെ പേരെ ഞാൻ കുറേ നാളായിട്ട് ആലോചിച്ചിട്ടുണ്ടായി. പേരാണ് വേൾഡ് തന്നെ, അതാണ് അന്തസ്. ഇതൊക്കെയാണ് ഇപ്പോഴത്തെ പവർ. എനിക്ക് വേറെ പേരൊന്നും കിട്ടില്ല. നിങ്ങൾ പറയുകയാണെങ്കിൽ മാറ്റാട്ടോ, നമുക്ക് വേണമെങ്കിൽ മാറ്റാനൊക്കെ പറ്റും. അങ്ങനെ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഏറ്റവും കൂടുതൽ പേര് ആരിടണേ അവർക്ക് ഇതിടാം. പിന്നെ നിങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഗെയിം വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ വേണ്ടി മാറ്റാട്ടോ. കളിക്കണം, നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം ഞാൻ കളിക്കുള്ളൂ, ഇത് അല്ലെങ്കിൽ കളിക്കുള്ള. അതേ ജനറേറ്റർ തുടങ്ങി. കഴിഞ്ഞ് ജനറേറ്റ് കഴിഞ്ഞിട്ടാ ഗൈസ്. ഓക്കെ, എന്താ ഇങ്ങോട്ട് ജനറേറ്റ് ആകത്തെന്താ? ഞാൻ വിചാരിച്ചു എന്താ പറ്റിയെന്ന്. നമുക്കെന്നാൽ നേരെ തന്നെ മരം മുറിച്ച് തുടങ്ങാം. എനിക്ക് ബേസിക് ഒക്കെ അറിയാം കേട്ടോ, മൈൻക്രാഫ്റ്റിൻ്റെ ബേസിക് എന്നൊക്കെ പറഞ്ഞാൽ ഏകദേശം ബേസിക്കൊക്കെ. എല്ലാം അറിയില്ലെങ്കിൽ പോലും ചിലതൊക്കെ അറിയാം. അപ്പോൾ നേരെ മരം മുറിക്കുക. നമുക്കിന്നൊരു വീട് വരെ ഉണ്ടാക്കാം കേട്ടോ. വീട് മതി. ഒക്കെ അതെ, എനിക്ക് ബേസിക് അത്യാവശ്യം അറിയാം മൈൻക്രാഫ്റ്റിൻ്റെ. വേറെ സ്റ്റോൺ ടൂൾസ് ഉണ്ടാക്കണം, മരം മുറിക്കണം. എനിക്കെല്ലാം അതൊക്കെ അറിയാം. ഇത്ര ന്യൂബല്ല, നമ്മൾ പ്രോയാണ്. പിന്നെ നിങ്ങൾക്ക് ഇത് ഡൗട്ട് അല്ലേ കൊണ്ട് എന്നോട് ചോദിച്ചാൽ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. എനിക്ക് പ്രശ്നമില്ല. കമൻറ്റ് ബോക്സിൽ ഇട്ടേച്ചായി, ഞാൻ തിരിച്ചത് കമൻറ്റ് ബോക്സിൽ തന്നെ ഇട്ടേക്കാം. ഒരു 10-15 സ്റ്റോൺ കളക്ട് ചെയ്യണം, എന്നിട്ടാണ് നമുക്ക് ബാക്കിയത്തെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് ഇവിടെ പോയിട്ട് ഒരു സ്റ്റോൺ പിക്കാക്സ്, ഒരു ആക്സ്, സോയിഡ്, ഇത്രയൊക്കെ മതി. ഇത്രയും തന്നെ ധാരാളം. നമുക്കിനി ഒരു ചെറിയൊരു വീടുണ്ടാക്കാം. നമുക്ക് ഈ ബയോം ഇത്ര നല്ല ബയോമല്ല. നമുക്ക് ഇവിടെ തന്നെ ഉണ്ടാക്കണം നമ്മുടെ വീട്. അല്ല, ഇവിടെ തന്നെ ഉണ്ടാക്കടാ. നമ്മൾ ജനിച്ച സ്ഥലത്ത് തന്നെ ഉണ്ടാക്കണല്ലേ കുറച്ചും വൈബ്. അതല്ല അതിൻ്റെ വൈബ്. അയ്യോ, മേളിലെത്താനുള്ള ഈ മരം മുറിക്കാം. എൻ്റെ വീട് ഇപ്പോൾ എവിടെ ഉണ്ടാക്കും ഞാൻ? നോക്കട്ടെ ഏട്ടാ, ഈ മരം മുറിച്ചുകൊണ്ട് നോക്കാം നമുക്ക്. ഇത് എടുത്തില്ല, ചാടി വയ്യ, മുറിക്കുക. വീട് എവിടെ ഉണ്ടാക്കും ഞാൻ? ഇവിടെ ഉണ്ടാക്കിയാലോ? പക്ഷെ ഇവിടെ അത്ര നല്ല സ്ഥലമല്ല. നമുക്ക് അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കിയാൽ മതിയോ? അപ്പുറത്തെ സൈഡിൽ ഉണ്ടാക്കുകയാണെങ്കിൽ കുറച്ച് നല്ലത്. ഇത് ഫുള്ള് ഓഷ്യനാണോ? നോക്കാം ഗൈസ്, ഫുള്ള് ഓഷ്യനാണ് ഗൈസ്. നമുക്ക് അവിടെ ഉണ്ടാക്കാം. ഈ ബയോമ എനിക്ക് അത്ര ഇഷ്ടമല്ല, എനിക്ക് അപ്പുറത്തെ ബയോമ ഇഷ്ടം. ഈ ബയോമിൽ ഉണ്ടാക്കാം. അവിടെ ആകുമ്പോൾ വേറെ എന്താണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട്. നമുക്കെന്നാൽ ഒരു ബോട്ട് ഉണ്ടാക്കാട്ടാ. ബോട്ട് ഉണ്ടാക്കിയിട്ട് അങ്ങോട്ട് പോവാം. അത്ര ന്യൂബല്ല കേട്ടാ, എനിക്ക് അത്യാവശ്യമൊക്കെ സാധനങ്ങൾ അറിയാം. എന്നാലും അത്ര പ്രോയോ ഇല്ല. അത്യാവശ്യം PvP ഒക്കെ അറിയാം, അത്യാവശ്യം എല്ലാം അറിയാം. ഇവിടെ നമുക്ക് കുറച്ച് സ്ഥലം ക്ലീൻ ആക്കിയിട്ട് ഇവിടെ വീട് പണിയാം. നമ്മൾ ആദ്യത്തെ ദിവസം തന്നെ വലിയ വീടൊന്നും പണിയാനുള്ള കേട്ടോ. നമ്മൾ ഒരു 2 ദിവസം കഴിയട്ടെ എന്ന് പറഞ്ഞാൽ എനിക്കൊരു അഴനാർമ സെറ്റായാൽ പിന്നെ നല്ല വീട് പണിയാം, വലിയ വീട് പണിയാൻ. എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സ്ഥലത്തൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല റീസോഴ്സ് കുറേ കിട്ടും കേട്ടോ. ഇവിടെ എന്ന് പറഞ്ഞാൽ കുറേ വുഡ് നമുക്ക് കിട്ടും. മറ്റോരെന്ന് പറഞ്ഞാൽ ഡെസേർട്ടിലൊക്കെ ആണെങ്കിൽ അത്ര നല്ല സാധനങ്ങൾ കിട്ടില്ല. പിന്നെ നമുക്കിത് ഇവിടെ വേറെ കുറേ വുഡൊക്കെ കിട്ടും. എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ വുഡ് കിട്ടും.
പിന്നെ വെച്ചാൽ വെളുത്ത വുഡ് കിട്ടും, കുറേ ദിവസം വുഡ് നമുക്ക് കിട്ടും ഇവിടെ നിന്നൊക്കെ. നമുക്ക് അത് കാരണം വലിയ കുഴപ്പമില്ല. ഇത് ഇങ്ങനത്തെ വെളുത്ത വുഡ് കിട്ടും. ഇതിൻ്റെ പേരെന്താ? ബെർച്ച് ലോഗ്. അപ്പോൾ ഇതിൻ്റെ ഓക്ക് ഓക്ക് ബെർച്ചും ഓക്കാണ് നമുക്ക്. എനിക്ക് ബെർച്ച് ഇഷ്ടമല്ല കേട്ടോ, ഓക്ക് കുറച്ചുകൂടി ഇഷ്ടം. എന്ന് പറഞ്ഞാൽ കറുത്തത്. നമുക്ക് കറുപ്പും വെള്ളയെന്ന് വിളിക്കാം, അങ്ങനെ കുറച്ച് നല്ലത്. എനിക്ക് കറുപ്പ് കുറച്ചുകൂടി ഇഷ്ടം. മുറിച്ചിട്ട് നമുക്കിത് ഇവിടെ മൊത്തം ക്ലിയർ ആയതുകൊണ്ട് ഇപ്പോൾ നമുക്ക് ഏകദേശം ക്ലിയർ ആയതുകൊണ്ട് നമുക്ക് ഇവിടെ ഒരു വീഡിയോ പണിഞ്ഞാലാ കാണിച്ചാൽ. എനിക്ക് ഈ സാധനം അറിയാം. ഇവിടെ എടുത്തിട്ട് ഒരു ഹോ ഉണ്ടാക്കാം. എനിക്ക് ഇതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ കളയാൻ പറ്റും തോന്നുന്നു. ഏതൊരു യൂട്യൂബ് ചാനലിൽ കണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കളയാൻ പറ്റുമെന്ന്. നോക്കട്ടെ ഏട്ടാ. ആ, പെട്ടെന്ന് കളയാൻ പറ്റും. ഇല്ല, സോഡ് കൊണ്ട് കളയാൻ പറ്റുമോ? ഇല്ല. ഇത് കുറച്ചുകൂടി സ്പീഡ്. ഇതൊക്കെ എടുക്കാം. ഇത് നമുക്ക് അവിടെ വേറെ ഭയമുണ്ട് കേട്ടോ, അതുകൊണ്ട് ഇത് നോക്കാം നമുക്ക് അവിടെ എന്താ സംഭവം. ഇത് ഇവിടെ നമുക്ക് ഉണ്ടാക്കാം കേട്ടോ. ഇവിടെ നമുക്ക് ഉണ്ടാക്കാം. അത്യാവശ്യം നല്ല സ്ഥലം ഇവിടെ ഉണ്ടാ. നല്ലതല്ലേ? ഇവിടെ ഉണ്ടാക്കാം. ഏകദേശം അറിയണ വെച്ച്. അയ്യോ, ഫുള്ളുണ്ടാക്കിയ അങ്ങനെയാണെങ്കിൽ 1 2 3 4 5. ഒരു ബോക്സ് ആയിട്ട് എന്ത് ഉണ്ടാക്കണേ? നാളെ നല്ല വീട് ഉണ്ടാക്കാം. അത് ഇന്ന് പറ്റുമെങ്കിൽ ഉണ്ടാക്കാൻ നോക്കാട്ടോ. 1 2 3 4 5ആയി. 1 2 3 4 5. 1 2 3 4 5. അങ്ങനെ വെച്ച് ആക്കി നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ 1 2 3 ഇതാണ്. ഉണ്ടോ? ഞാൻ ബെഡ് വാർ കളിക്കട്ടോ. ബെഡ് വാർ കളിക്കണം. ഇതൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇടട്ടോ. കമൻറ്റ് ബോക്സിലിട്ടായി ഞാൻ നല്ലൊരു ബെഡ് വാറിൻ്റെ ഒരു വീഡിയോ ഉണ്ടാക്കാം. ഇതിപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് ഒന്നും അറിയാൻ പാടില്ല. അയ്യോ, ഇത് ഇവിടെ വെക്കണ്ടായിരുന്നു. എനിക്ക് കുറച്ചൊക്കെ അറിയാം കേട്ടോ. അറിയണ കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇങ്ങനെയല്ലായിരുന്നു വെക്കണ്ട. ഞാൻ കാണിച്ചു തരാം. ഇങ്ങനെ എടുത്തിട്ട് ഇതൊക്കെ എടുക്കണം കേട്ടോ. വേസ്റ്റ് ചെയ്യാൻ പാടില്ല നമ്മളൊന്നും. ഇതെടുക്കട്ടെ. എന്നിട്ട് നമുക്ക് അയ്യോ, അതെങ്ങനെയായിരുന്നു? ഇങ്ങനെ കുറച്ചുണ്ടാക്കിയാൽ മതി. 24 മതി. നമുക്ക് ഫുഡൊക്കെ ഉണ്ടായിട്ട്. അതെ, ആപ്പിളുണ്ട് നമുക്കിപ്പോൾ തിന്നാൻ. ആപ്പിളുണ്ട്. നമ്മുടെ അപ്പുറത്തൊരു ഇതല്ലേ, റിവറല്ലേ, നമുക്ക് അവിടെ നിന്ന് വല്ലതും കിട്ടുമോ? മീൻ കിട്ടൂലോ. ഇതേ മീനുണ്ട്. ചാടിക്കൊല്ല മീനേ. അയ്യോ, ചാവ്. നമ്മുടെ പയ്യൻ വിഷന്ന് ചാവണ്ട. ചാവ്. 2:30 മണി വന്നിട്ട് നമുക്ക് പോട്ടാ. അയ്യോ, ഇതിവിടെ ഓൾറെഡി ഉള്ളു. മതി. അത്യാഗ്രഹം ആപത്താണ്. നമുക്കിനി നിങ്ങൾ പറയുകയാണെങ്കിൽ ഞാൻ വേണമെങ്കിൽ മറ്റേ ഇത് കളിക്കാട്ടാ. ഹാർഡ് കോഡ് ഗെയിം കളിക്കാം. ഹാർഡ് കോഡ് ഭയങ്കര പാടാണ്. പക്ഷെ എന്നാലും നിങ്ങൾക്ക് വേണ്ടി അയച്ചെടുത്ത്. എന്നാൽ നമുക്കത് ഇവിടെ വയ്ക്കാം. ഇവിടെ വെച്ചിട്ട് സംഭവം പറഞ്ഞുതരാം. ഈ സാധനം എന്താണെന്നറിയോ? ഇതിങ്ങനെ വെച്ചാൽ മതി. ഇങ്ങനെയാണ് വെക്കണ്ടേ. മറ്റോലെ വയ്ക്കുമ്പോണ്ടല്ലോ, ഇത് ഓർഡർ ഉണ്ടാക്കുമെന്നൊക്കെ 6 കിട്ടും. കാണിച്ചു തരാം കേട്ടോ. ഇതിങ്ങനെ 3 വെച്ച് കഴിയുമ്പോൾ നമുക്ക് 6 കിട്ടും. അതിനേക്കാളും ഭേദമല്ലേ ഒരു ബ്ലോക്കായിട്ട് വയ്ക്കുമ്പോൾ അത്ര സ്ഥലം പോവുക എന്ന് പറഞ്ഞാൽ അത്രയും വുഡ് പോവുക. നമ്മളിങ്ങനെ കുറച്ച് ഉപയോഗിച്ചായി. സ്റ്റെപ്പ് ഉണ്ടാക്കട്ടാ. സ്റ്റെപ്പ് ഉണ്ടാക്കി വെക്കാം. ഇങ്ങനല്ലേ? ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ സ്റ്റെപ്പ് ഇട്ടാ ഇങ്ങനെ ഉണ്ടാക്കിയാൽ തീരാ. ഇങ്ങനെ ഉണ്ടാക്കി വയ്ക്കാം. സെറ്റ്. നമ്മുടെ വീടിട്ടാ അത്യാവശ്യം നല്ലല്ലേ? നമുക്ക് 2 ഡോർ ഉണ്ടാക്കാം കേട്ടോ. 2 ഡോറിൻ്റെ വീടുണ്ടാക്കാം. ഡോറുണ്ടാക്കി ഇങ്ങനെ. അയ്യോ,
അല്ലേ അടച്ചടച്ച് നല്ലല്ലേ കാണാൻ. പിന്നെ നമുക്ക് ഒരു സാധനമുണ്ട്, ഫർണിസ് ഉണ്ടാക്കാം. താഴോട്ട് കുടിച്ചു പോട്ടാ. നമ്മുടെ മൈനിങ് ഏരിയ എവിടെയാ കേട്ടാ ഇത്. നമ്മുടെ പെർമനന്റ് ഹൗസ് ഇതല്ല കേട്ടോ ഗൈസ്. നമ്മുടെ ശരിക്കുള്ള ഹൗസ് കണ്ടോ നിങ്ങൾ? സീൻ ഹൗസാണ് ഉണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ 2 നില വീടായിരിക്കും. നല്ല സീൻ വീടായിരിക്കും നമ്മൾ ഉണ്ടാക്കണേ എന്ന് പറഞ്ഞാൽ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല അങ്ങനത്തെ വീട്. അങ്ങനത്തെ വീടാണ് ഉണ്ടാക്കണേ. ഇത് കുറച്ചിപ്പോൾ ഇത് കബിൾ സ്റ്റോൺ കളക്ട് വന്ന. കബിൾ സ്റ്റോൺ എന്നല്ലേ വരുന്നു? ആണോ? ആണ്. കബിൾ സ്റ്റോൺ എടുക്കാൻ വന്ന ഞാൻ. കബിൾ സ്റ്റോണാണ് സീൻ. കബിൾ സ്റ്റോൺ കൊണ്ട് കുറേ സാധനങ്ങൾ ഉണ്ടാക്കാം. കബിൾ സ്റ്റോൺ കൊണ്ട് ഫർണിസ് ഉണ്ടാക്കാം. ഫർണിസ് ഉണ്ടായാലേ നമുക്ക് തിന്നാൻ പറ്റുള്ളൂ. അതാണ് ഏറ്റവും മെയിൻ. രാത്രി ആവാറായിട്ടാ. എനിക്ക് എങ്ങനെയെങ്കിലും ഒരു ഫർണിസ് ഉണ്ടാക്കിയിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അയ്യോ ഗൈസ്, ഒരു പണി കിട്ടി നമുക്കേ. ഉറങ്ങാൻ ബെഡില്ലല്ലോ. അയ്യോ എന്തു ചെയ്യും? അടുത്തൊരു ഷീപ്പ് ഉണ്ടാവുകയാണെങ്കിൽ കയറാൻ പറ്റും. ഷീപ്പേ ഷീപ്പ് ഷീപ്പ് ഷീപ്പ്. എടാ ഷീപ്പില്ലല്ലോടാ. നല്ല പണിയായിരിക്കും കേട്ടാ. ഒരുത്തനെ കാണാനുമില്ല. എടാ പണി കിട്ടൂട്ടാ. ഈയടാ ഇതെന്ത് പറ്റി? ഏടാ നമ്മൾ ഇതിൻ്റെ അടിയിട്ട് കുഴിഞ്ഞു പോയി. ഇനി എന്ത് ചെയ്യും? എടാ ഞാൻ കളിച്ച അത്ര നാളിത് എന്തിങ്ങനെ? ഗൈസ് ചത്തു പോയിട്ടാ ഉറപ്പ്. എടാ രാത്രി ആവാറായടാ. എടാ ഒരു ബെഡ് ഒപ്പിക്കാനാ പോയത് ഞാൻ. ബെഡും ഒന്നും കിട്ടിയില്ല. എടാ ഷീപ്പ് ഉറങ്ങി കിട്ടണേ. എടാ ഷീപ്പ് ഉറങ്ങില്ല, നമ്മളെങ്ങനെ ഇറങ്ങും? എടാ പണി കിട്ടി. എടാ ഒരു ഷീപ്പ് മതി. ഷീപ്പ് ഇതൊന്നും സാധനം പട്ടിയാണോ? എടീ പട്ടി വല്ലയിടത്ത് ഷീപ്പ് ഉണ്ടെന്നൊക്കെ പറയണേ. നമുക്കങ്ങനെ നോക്കി നോക്കാം. ഷീപ്പ് കണ്ട രക്ഷപ്പെട്ട്. രാത്രി ആയിട്ടാ. ഈ ഷീപ്പല്ലല്ലേ, ഗോട്ടല്ലേ ഇത്? തരില്ല അല്ലേ? ഷീപ്പും ഗോട്ടൊക്കെ ഒരേത്തിലടാ. എനിക്കറിയില്ല കേട്ടാ. എടാ 2 ഷീപ്പ് ആടാ. അല്ല 3 വേണം കേട്ടോ. 3 ഷീപ്പ് ആടാ. ഇവരൊക്കെ എന്ത് സ്വഭാവം ആലോചിച്ച് നോക്കണേ. ഇതേടാ സോംബി. ഇവിടെ 2 ഷീപ്പ് ഉണ്ടോ അവിടെ? എച്ചാവും. ഇത് ഓടിക്കോ. എടാ മൊത്തം ഇവിടെ സ്പൈഡറും ഇതൊക്കെ ആട്ടറാ. ഒരു ഷീപ്പും കൂടി കിട്ടി എനിക്ക് ഇവിടെ നിന്ന് എസ്കേപ്പ് ആവാം. എടാ ഫുഡ് ഇപ്പം തന്നെ തീരൂട്ടറാ. പണി കിട്ടും മിക്കവാറും. 2 ഉള്ളു എനിക്കാകെ. ഒരു വില്ലേജ് കിട്ടുകയായിരുന്നെങ്കിൽ. ചേടാ എടാ ഫുഡും തീർന്നിട്ടാ. ഇപ്പം അല്ല സോംബിയും വന്നാൽ ഞാൻ തീരും. ചേടാ എൻ്റെ വീടെന്ത് ചെയ്യും? അത് താഴെയാന്ന് തോന്നുന്നു. താഴെയിട്ട് ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇതുവഴി പോയി നോക്കാം. എടാ ഒരു ഷീപ്പ് കൂടി കിട്ടിയത്. എനിക്ക് 2 പൂളായി. ഒരു ഷീപ്പ് കൂടി കിട്ടിയത്. ഒരു ഷീപ്പ്. എടാ ഇവിടെ കുഴിഞ്ഞോണ സ്ഥലമാണോ? അല്ല എവിടെ കുഴിഞ്ഞോണ്. ഇതെന്താണ് ഇതിപ്പോൾ? എങ്ങനെ അറിയാം ഞാൻ കുഴിഞ്ഞോണ്ടാണല്ലോ? ഇപ്പം എൻ്റെ വീടെന്തി? അതൊക്കെ വിട്. ഇതൊക്കെ വിട്ടോ. എൻ്റെ വീടെന്തി? അതാണ് ചോദിക്കണ്ടേ. എൻ്റെ വീട് കാണാനില്ല. മൈൻക്രാഫ്റ്റ് എൻ്റെ വീടെവിടെ? എൻ്റെ വീടെവിടെ കൊണ്ട് കളഞ്ഞ്? എടാ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലെ ടോർച്ച് പോലും മച്ചുണ്ടായില്ലടാ. ടോർച്ചൊക്കെ ആയിരുന്നു തിളങ്ങേറുന്നു എൻ്റെ വീട്. ഇപ്പോൾ വീടുമായിട്ട് കാട്ടി പെട്ട പോലെ ആയിപ്പോയി നമ്മൾ. അവിടെ ഇവിടെ പണിഞ്ഞത് കിട്ടി. നമ്മുടെ വീടാട്ടോ കൈസ്. അത് നമ്മുടെ വീട് കിട്ടി. അകത്തോട്ട് കയറിക്കോ. അയ്യോ
കാര്യം ചെയ്യാം, ഇതും അല്ല ഇത് വേണ്ട, ഇത് വയ്ക്കാം. അയ്യോ ഇപ്പോഴാട്ടെ കുറച്ച് വെട്ടാൻ വന്നത് ഗൈസ്. പുറത്ത് സ്കെൽട്ടൻ ഉണ്ടെന്ന് തോന്നുട്ടാ, എന്ന ശബ്ദം കേൾക്കണ്ട്. സ്കെൽട്ടനോ സോംബി എന്താണ് ഉണ്ട്. ഓയ് ഒരു കട്ടിലും കൂടി ഉണ്ടായിരുന്നെങ്കിൽ, ബെഡ് ഉണ്ടായിരുന്നെങ്കിൽ സീനായിരുന്നു ഗൈസ്. അപ്പോൾ നമുക്ക് ഒരു ചെസ്റ്റ് ഉണ്ടാക്കാം അല്ലേ? ചെസ്റ്റ് ഉണ്ടാക്കാം. ചെസ്റ്റ് ഇല്ലേ? ആ ഉണ്ട് ചെസ്റ്റ്. അയ്യോ ഇത് എത്രണ്ണത്? എനിക്ക് 2 മതിയായിരുന്നു. ഇതിപ്പോൾ എന്തൂര് ചെസ്റ്റ് ഉണ്ടാക്കി വെച്ചണേ. ഞാൻ ചെയ്യാം. നമ്മൾ അടുത്ത എപ്പിസോഡിൽ കുറച്ചും വലിയ വീട് ഉണ്ടാക്കുമല്ലോ, അപ്പോൾ വലിയ ചെസ്റ്റൊക്കെ ആവശ്യം വരും. അപ്പം അത്രയും നാൾ നമുക്ക് ഇതിരുന്നോട്ടെ. എനിക്ക് ടോർച്ച് ഉണ്ടാക്കാൻ അറിയാട്ടാ, ടോർച്ച് ഉണ്ടാക്കാൻ കണ്ടോട്ടാ. അപ്പം ഇതുകൊണ്ട് കോളുണ്ടാവും, കോളും കൊണ്ട് അയ്യോ ഇതൊന്നും തന്നെ പുറത്തിറക്കണേ. അപ്പോൾ നമുക്ക് ഒരു താൽക്കാലികമായിട്ട് സെറ്റപ്പൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, കാണിച്ചു തരാട്ടാ. ഇപ്പോൾ കോൾ ഇവിടെ വയ്ക്കും, ടോർച്ച് ഉണ്ടാക്കി. ടോർച്ച് ഒന്ന് വീടിന് ഉള്ളിൽ വയ്ക്കാം. കുറച്ചുകൂടിയും കോള്, അത്രയും കോള് മതി. കുറച്ചുകൂടി കോള് നമുക്ക് വീടിൻ്റെ പുറത്ത്. എടാ സ്കെൽട്ടൻ ഓടിക്കോ. എടാ ജസ്റ്റ് മിസ്സിട്ടറാ, ദേ 2 കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ പണി കിട്ടിക്കൊണ്ടതിനെ. ഓർമ്മ കൊണ്ടോളൂ, രണ്ടാമത്തേത് ജസ്റ്റ് ഇവിടെ ഉണ്ടേ. ഡോർമല്ലേ? അല്ല എടാ എനിക്ക് ടോർച്ചൊക്കെ വേടാ. ദേ ക്രീപ്പർ വന്ന്. ഇനി ഞാൻ വാലോർക്കൂലേ? നമുക്ക് മേളിക്കൂടെ തിളച്ച് നോക്കിയാലാ? വേണ്ട. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇന്നത്തെ എപ്പിസോഡിൽ ഇത്രേ ഉള്ളൂ. നമുക്ക് അടുത്ത എപ്പിസോഡിൽ ബാക്കി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇങ്ങനത്തെ വേറെ എപ്പിസോഡ് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. മാക്സിമം ലൈക്കൊക്കെ അടിച്ച് തകർക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.